ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസ് ചെടികളുടെ മഴക്കാല പരിചരണത്തെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് മഴക്കാല പരിചരണത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മഴയത്ത് വെക്കുന്ന റോസ് ചെടികളെ എങ്ങനെ കെയർ ചെയ്യണം അതിനെക്കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റോസ് ചെടികളെ പലരും ഷെയ്ഡിലേക്ക് മാറ്റാറുണ്ട് മഴക്കാലത്ത്. അപ്പോൾ അങ്ങനെ ഷെയ്ഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കൊടുക്കേണ്ട കെയറിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. മഴക്കാലത്ത് റോസ് ചെടികളെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാനാണ് പലർക്കും താല്പര്യം. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മഴയത്തിരിക്കുന്ന റോസ് ചെടികളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും, പൂക്കളൊക്കെ പെട്ടെന്ന് അഴുകി പോകും. അപ്പോൾ ചെടി കാണാൻ ഒട്ടും തന്നെ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം പലരും റോസ് ചെടികളെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാറുണ്ട്. ഇപ്പോഴും പലർക്കും സംശയമുള്ള കാര്യമാണ് റോസ് ചെടികളെ മഴക്കാലത്ത് മഴയത്ത് തന്നെ വെക്കണോ അതോ ഷെയ്ഡിലേക്ക് മാറ്റണോ എന്ന്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ മഴക്കാലത്ത് മഴയത്ത് വെച്ചാലും ഷെയ്ഡിൽ വെച്ചാലും ചെടികൾ നശിച്ചു പോകും. ഇതിനുള്ള ഉത്തരം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും റോസ് ചെടികൾ വെക്കാം. മഴക്കാലത്ത് ഷെയ്ഡിൽ വെച്ചാലും മഴയത്ത് വെച്ചാലും ചെടികൾ വളരും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്ലാന്റ്സ് എല്ലാം സൺഷെയ്ഡിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഉള്ള വീഡിയോ അല്ല, മുമ്പ് മഴ ഉണ്ടായിരുന്ന സമയത്ത് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ട് എടുത്ത വീഡിയോസാണ്. ഇപ്പോൾ ഉള്ള ചെടികളെല്ലാം മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഷെയ്ഡിലേക്ക് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ മഴയത്ത് തന്നെയാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പം മഴയത്ത് വെച്ചാലും ഷെയ്ഡിൽ വെച്ചാലും നല്ല കെയർ കൊടുത്താൽ ചെടികൾ ഇതുപോലെ കുലകുലയായിട്ട് പൂക്കളുണ്ടാവും, നന്നായിട്ട് വളരും. റോസ് ചെടികളെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. എന്നാൽ എങ്ങനെയുള്ള ഷെയ്ഡിലാണ് ചെടികളെ വെക്കേണ്ടത്, അതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നേരിട്ടുള്ള വെയിലും അതുപോലെ നല്ല വെളിച്ചവും ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് റോസ്. അപ്പോൾ ഈ റോസിനെ നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വെളിച്ചം ആ ചെടിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മഴ ആയതുകൊണ്ട് റോസിലെ ലീഫെല്ലാം കൊഴിഞ്ഞു പോയി, അപ്പോൾ ഞാൻ അതിനെ എടുത്ത് ഷെയ്ഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുള്ള ഷെയ്ഡിലാണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ പറഞ്ഞു ടാർപോളിൻ കെട്ടിയിട്ട് അതിൻ്റെ ചുവട്ടിലാണ് വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ റോസ് ചെടികളെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ ടാർപോളിൻ്റെ ചുവട്ടിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ചുവട്ടിൽ, ഷെയ്ഡ് നെറ്റിൻ്റെ ചുവട്ടിലൊന്നും റോസ് ചെടികൾ മഴയത്ത് വെക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ചെടികൾ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതിനെ ഷെയ്ഡിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെയോ ടാർപോളിൻ്റെയോ ചുവട്ടിൽ വെക്കുന്ന ചെടികൾക്ക് നമ്മൾ വിചാരിച്ച പോലുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പലരും പറയും വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ചെടികൾക്ക് സൈഡിൽ നിന്നുള്ള വെളിച്ചം കിട്ടിയിട്ട് കാര്യമില്ല, അതിന് നേരിട്ട് മുകളിൽ നിന്നുള്ള വെളിച്ചം തന്നെ കിട്ടണം, എന്നാലാണ് ആ ചെടി നന്നായിട്ട് വളരുള്ളൂ. ഇപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഷെയ്ഡിൽ വെച്ചിട്ടുള്ള ചില ചെടികൾ വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നീണ്ടു പോകുന്നത്. അതായത് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക്, നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കമ്പുകൾ ഇങ്ങനെ നീണ്ടു വളഞ്ഞൊക്കെ പോയിട്ടുള്ളത് പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചെടികൾക്ക് വളരാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വെളിച്ചം, പ്രത്യേകിച്ചും റോസ് ചെടികൾക്ക്. അതുകൊണ്ട് റോസ് ചെടികളെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുമ്പോൾ ആ ചെടികൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പലരും സൺഷെയ്ഡിലേക്കായിരിക്കും ചെടികളെ മാറ്റി വെക്കുന്നത്. അങ്ങനെ വെക്കുന്നവർ മോർണിംഗിലെയോ ഈവനിങ്ങിലെയോ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കുക. ഇനി അങ്ങനെ കിട്ടാത്ത ഭാഗമാണെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ചെടികളെ മഴയില്ലാത്ത സമയം നോക്കി പുറത്തേക്ക് എടുത്തു വെക്കുക. ഇടയ്ക്ക് വെയിലൊക്കെ വരുമ്പോൾ ആ വെയിലൊക്കെ കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സൺഷെയ്ഡിലൊക്കെ വെച്ചിട്ട് റോസ് ചെടികൾ വളർത്താൻ പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ UV ഷീറ്റിൻ്റെ ചുവട്ടിൽ ചെടികളെ വെക്കാം. ഇങ്ങനെ UV ഷീറ്റിൻ്റെ ചുവട്ടിൽ വെച്ചാൽ ചെടികൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചം കിട്ടും, അതുപോലെ തന്നെ 50% സൺലൈറ്റും കിട്ടും. ഡയറക്റ്റ് സൺലൈറ്റ് 50% കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഷീറ്റാണ് UV ഷീറ്റ്. UV ഷീറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ UV ഷീറ്റ് ഷെഡ് ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ ഷെഡിലേക്ക് ചെടികളെ മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ ചിലർ ഷെയ്ഡ് നെറ്റിൻ്റെ ചുവട്ടിൽ വെക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ഡ് നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വേനൽക്കാലത്തൊക്കെ നമുക്ക് കഠിനമായ വെയിലൊക്കെ ഉള്ള സമയത്ത് ഷെയ്ഡ് നെറ്റ് കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ വെക്കാം. അതല്ലാതെ മഴയുള്ളപ്പോൾ ഷെയ്ഡ് നെറ്റിൻ്റെ ചുവട്ടിൽ വെച്ചാലും ചെടികൾ നനയും, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല. അപ്പോൾ മഴക്കാലത്ത് റോസ് ചെടികളെ എങ്ങനെയുള്ള ഷെയ്ഡിലേക്കാണ് മാറ്റി വെക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാട്ടറിങ്.
ഷെയ്ഡിലിരിക്കുന്ന ചെടികൾക്ക് ഓവർ വാട്ടറിങ് പാടില്ല. അതായത് കൂടുതൽ ഈർപ്പം മണ്ണിൽ കെട്ടി നിൽക്കാൻ പാടില്ല. ആ മണ്ണിൽ നനവുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. മഴയത്തിരിക്കുന്ന ചെടികളെക്കാളും ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലുള്ളത് ഷെയ്ഡിലിരിക്കുന്ന ചെടികൾക്കാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡും രണ്ടും മാറി മാറി ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു പെസ്റ്റിസൈഡ്. അങ്ങനെ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ റൂട്ട് ട്രീറ്റ്മെൻറ്റ്, വേര് ഹെൽത്തി ആണെങ്കിൽ മാത്രമേ ഒരു ചെടി ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ വേരിനെ സംരക്ഷിക്കണം. വേരിന് കുഴപ്പമൊന്നുമില്ലാതെ ഒരു ചെടി അൺഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിലും നമുക്കതിനെ ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ റൂട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ ആ ചെടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് റൂട്ട് ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്തു കൊടുക്കുക. പിന്നെ ഫെർട്ടിലൈസറിൻ്റെ കാര്യമാണ്. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ, അതായത് മഴയത്ത് വെച്ചിട്ടുള്ള ചെടികൾക്ക് എങ്ങനെയാണ് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഷെയ്ഡിൽ വെക്കുന്ന ചെടികൾക്കും കൊടുക്കേണ്ടത്. കൂടുതലും കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെ കൊടുക്കുക. മഴക്കാലത്ത് റോസ് ചെടികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസറിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. എല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്